أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വിനോദങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറെ അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. പുണ്യങ്ങളെ വാരിക്കൂട്ടാൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൂക്കാലം എന്ന നിലക്ക് വലിയൊരു അവസരമായിട്ടാണ് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നെത്തുന്നത്. നമ്മുടെ മനസ്സും ശരീരവും ചുറ്റുപാടുകളും ഒക്കെ വൃത്തിയാക്കാനും ശുദ്ധമാക്കാനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ പൂർത്തിയാക്കാനും അതിന്റെ എല്ലാ നന്മകളും പരിപൂർണമായി അനുഷ്ഠിച്ച് പുണ്യങ്ങൾ സ്വായത്തമാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ നാലാമത്തേതാണ് നോമ്പ്. നോമ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തഖ്വയുള്ളവരാക്കുക എന്നതാണ്. നമ്മൾ നോമ്പെടുക്കുന്നത് തഖ്വയുള്ളവരാകാനാണ്. എന്താണ് തഖ്വ? ദൃശ്യത്തിലും അദൃശ്യത്തിലും നമ്മൾ പല കാഴ്ചകളും പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നു എന്നും നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ദുനിയാവിനപ്പുറമുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ യാത്രയാകേണ്ടതുണ്ട് എന്നും നാളെ അല്ലാഹുവിന്റെ വിചാരണ നേരിടേണ്ടതുണ്ട് എന്നൊക്കെയുള്ള നമ്മുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടും നമ്മൾ ഭക്തിയോടുകൂടി ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ തഖ്വയുടെ ഉള്ളടക്കമെന്ന് പറയുന്നത്. തഖ്വ ആർജിച്ചെടുത്താൽ നമുക്ക് എന്താണ് സാധ്യമാവുക? നമ്മളേറെ ആഗ്രഹിക്കുന്ന നരകത്തിൽ നിന്ന് നമുക്ക് മോചനം സാധ്യമാകും. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നതാണ് തഖ്വ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മെ സംസ്കരിച്ചെടുക്കാൻ, നമ്മളെ റെഡിയാക്കിയെടുക്കാൻ ഇതിലും വലിയൊരു അവസരം വരാനില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ ഈ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുക എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. ഖുർആൻ എന്തിനാണ് അവതരിപ്പിക്കപ്പെട്ടത്? അത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗം നൽകുവാനാണ്. സത്യവും അസത്യവും ഒക്കെ നേർമാർഗമൊക്കെ കൃത്യമായി വരച്ചു കാണിച്ച് കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു അത്ഭുതകരമായ
ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ മാനവരിലേക്ക് അവതീർണമായ മാസമാണ് ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം, ഖുർആൻ പഠിക്കാനുള്ള അവസരം, ഖുർആനിനെ കുറിച്ച് ആലോചിച്ചും ഖുർആനിന്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കിയും നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കാനും ഒക്കെയുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഖുർആൻ ഓർമ്മിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. റമദാനിനെ വരവേൽക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഇതിന്റെ ഒരു ഭാഗം സൂചിപ്പിച്ചിരുന്നു. എന്താണ് ഇതിന്റെ ഫള് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, മുൻഗാമികൾക്കൊക്കെ നോമ്പുണ്ട്, പല സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കൊക്കെ നോമ്പുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിന് തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതെന്തിനാണ്? തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക എന്നതാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നോമ്പ് കാലം കേവലം ഒരു ചടങ്ങ് പോലെ അങ്ങനെ തീർന്നു പോകാൻ പാടില്ല. നോമ്പെടുക്കുന്നുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ട്, പലതും അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്, ജമാഅത്തുകൾ നടക്കുന്നുണ്ട്. നോമ്പിന് വേണ്ടി സമൂഹം ഒന്നടങ്കം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും. അതിന്റെയൊക്കെ ഭാഗമായി അങ്ങനെ കഴിഞ്ഞു പോകാൻ പാടില്ല. നമ്മളത് അറിയണം, നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കണം, നമുക്കതിൽ ഇടപെടുന്നുണ്ട് എന്ന് തോന്നലുണ്ടാകണം. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. കൂടുതൽ കഴിഞ്ഞ മാസം പോലെയാണ് ഈ റമദാനുമെങ്കിൽ കാര്യമില്ലാതായിപ്പോ അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ വിനയാന്വിതരായി നിരന്തരം അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ വിവാദങ്ങൾ നിർവഹിക്കാൻ കഴിയണം. ഈ റമദാൻ തീരുമ്പോഴേക്ക് നമ്മളൊന്നാകെ ക്ലിയർ ആയിട്ടുണ്ടാകണം. നമ്മുടെ കുടുംബം, നമ്മുടെ പരിസരം, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ നമ്മളെ സ്പർശിക്കുന്ന തലങ്ങളൊക്കെ നന്നായി എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടണം. ആ രീതിയിൽ ഒരു നോമ്പുകാരനായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാകുമെന്നതാണ്. എന്താണ് നോമ്പിന്റെ ഒരു പ്രത്യേകത? നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "നമസ്സിയാമു ജിന്നത്തുൻ യുസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ." നരകത്തിൽ നിന്ന് രക്ഷാ കവചമാണ് നോമ്പ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വലിയ ഇബാദത്താണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഒരിക്കലും മറ്റൊരു ഇബാദത്തിനെ പോലെ അല്ല നോമ്പ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായി പറഞ്ഞ ഹദീസായി പരിചയപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗം എങ്ങനെയാണ്? അസ്സൗമു ഫഇന്നഹു ലാ മിത്ല ലഹ്. നോമ്പ് അത് മറ്റുള്ള ഇബാദത്തിനെ പോലെയല്ല എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ഇബാദത്താണ്. അതിന് ഞാൻ നേരിട്ട് പ്രതിഫലം നൽകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. കാരണം നോമ്പിന്റെ നിയ്യത്ത്, ആ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങൾ അത് എത്രത്തോളം പ്രതിഫലം കിട്ടുന്നു എന്നതൊക്കെ ഓരോരുത്തരുടെയും നിയ്യത്തും ഇഖ്ലാസും അനുസരിച്ചാണ്. അത് വ്യത്യസ്തമാണ്. അതിന്റെ അളവുകൾ, നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അളവ് അത് അല്ലാഹു നേരിട്ട് മനസ്സിലാക്കി നമുക്ക് നൽകുന്നു എന്നത് ഈ നോമ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന് നോമ്പിന്റെ ഒരു പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ഖദ് ജാഅകും റമദാൻ ശഹ്റുൻ മുബാറക്." നിങ്ങളിലേക്ക് ഇതാ മനോഹരമായ അനുഗ്രഹത്തിന്റെ റമദാൻ വരികയാണ്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ. അല്ലാഹു തആല നിങ്ങൾക്ക് അതിൽ നോമ്പ് നിർബന്ധമാക്കി. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. നരകത്തിന്റെ കവാടങ്ങൾ കുട്ടിയടക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി ശയാതീൻ. ശൈത്താൻ പിശാചിനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാത്രി ഈ റമദാനിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പോരിശകൾ, ഒരുപാട് പുണ്യം കരസ്ഥമാക്കാനുള്ള വലിയ അവസരം പരിശുദ്ധ റമദാനിൽ ഉണ്ട് എന്നാണ്. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, തുല്യതയില്ലാത്ത ഇബാദത്ത് എന്ന നിലയ്ക്ക് അല്ലാഹുവിന് നേരിട്ടുള്ള പ്രതിഫലം വാങ്ങാം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒരു അവസരങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകാനുള്ള ഒരുപാട് നന്മകൾ റമദാനിൽ ഉണ്ട് എന്നതാണ്. മറ്റൊന്നെന്താണ്? നോമ്പുകാർക്ക് പ്രത്യേക കവാടമുണ്ട്. റയ്യാൻ എന്ന് വിളിക്കപ്പെടുന്ന സ്വർഗത്തിലെ ഒരു കവാടമുണ്ട്. അതിൽ നോമ്പുകാരത പരലോകത്തെ ഖിയാമത്ത് നാളിൽ നോമ്പുകാരായവർ, നോമ്പ് സ്വീകരിക്കപ്പെട്ട ആളുകൾ അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടും.
ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്തവർ ഒരിക്കലും അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകണം. അത്തരത്തിലുള്ള നോമ്പുകാരാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറ്റൊന്ന്, രണ്ട് സന്തോഷങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നോമ്പുകാർക്ക് വലിയ രണ്ട് സന്തോഷങ്ങൾ. ഒന്നെന്താണ്? രാവിലെ നോമ്പ് വെച്ച് കുറെ വിശപ്പൊക്കെ സഹിച്ച് കുറെ ത്യാഗം സഹിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ല. മഗ്‌രിബ് ബാങ്കിങ്ങനെ കൊടുക്കുമ്പോൾ ഒരിച്ചു വെള്ളം വായിലൂടെ തൊണ്ട നനഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ. അല്പം ഭക്ഷണം കഴിക്കുമ്പോഴൊരു സന്തോഷം, കണ്ണ് നിറഞ്ഞു പോകും നമുക്ക്. പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ സമയം ഉണ്ടല്ലോ, അതൊരു സന്തോഷമാണ്. അത് നോമ്പുകാർക്ക് കിട്ടുന്ന ഒരു വലിയ അനുഭൂതിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊന്ന് പറഞ്ഞത്, ആ നോമ്പ് കാരണം നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, കൺകുളിർമ കാണാൻ ഒരവസരം നോമ്പുകാർക്ക് ഉണ്ടാകുന്നതാണ്. ആ രണ്ട് സന്തോഷം നോമ്പുകാർക്ക് കിട്ടുമെന്നാണ്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നോമ്പെടുക്കുമ്പോ നരകത്തിൽ നിന്ന് അവർ ബഹുദൂരം അകന്നകന്ന് പോകുന്നതാണ്. നരകം നമ്മിൽ നിന്ന് ഇങ്ങനെ അകറ്റി നിർത്തും അല്ലാഹു എന്നാണ്. അപ്പൊ നരകത്തിൽ നിന്ന് നമ്മൾക്ക് അകലാൻ നമ്മുടെ നോമ്പ് ഒരു കാരണമാകും. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ നോമ്പ് കൊണ്ട്, റമദാനിന്റെ പുണ്യം കൊണ്ട്, ഈ മാസത്തിന്റെ പവിത്രത കൊണ്ട് അത് പൊറുക്കപ്പെടുമെന്നാണ്. മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എല്ലാ റമദാനും കേൾക്കുന്ന ഒരു ഹദീസാണ്, വലിയ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈമാനോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി, അതുപോലെ തന്നെ വഹ്തിസാബൻ, പടച്ചോനെ നീ എനിക്ക് പ്രതിഫലം നൽകണേ, ഇത് സ്വീകരിക്കണേ എന്ന നിലയ്ക്ക് നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവരുടെ കഴിഞ്ഞതായ കാലത്ത് കഴിഞ്ഞുപോയ മുൻ മാസങ്ങളിലൊക്കെ സംഭവിച്ചു പോയ, അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായും മനുഷ്യരുടെ ജീവിതത്തിൽ. അതൊക്കെ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? രാത്രി നമസ്കാരത്തിലൂടെ നമുക്ക് പുണ്യം നേടാമെന്നുള്ളതാണ്. രാത്രി നമസ്കാരം റമദാനിലും എല്ലാത്ത കാലത്തും ഒക്കെയുള്ളതാണ്, എന്നും ചെയ്യേണ്ടതാണ്. രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് ഒരു റക്അത്തോ 3 റക്അത്തോ 5 റക്അത്തോ 7 റക്അത്തോ 9 റക്അത്തോ 11 റക്അത്ത് വരെ നമുക്ക് എല്ലാ ദിവസവും രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്ത് ദീർഘമായി പാരായണം ചെയ്ത് സുജൂദുകൾ റുകൂകളൊക്കെ വർദ്ധിപ്പിച്ച് അല്ലാഹുവിൽ ഏകാഗ്രമായി നമുക്ക് നമസ്കരിക്കാം. ഇശായും അതുപോലെ തന്നെ സുബഹിക്ക് മുമ്പുള്ള സമയം, ഒന്ന് ഉറങ്ങി എണീറ്റ് സുബഹിക്ക് മുമ്പുള്ള ഒരു സമയമായാൽ ഏറ്റവും ഉത്തമമായ സമയമായി. പരിശുദ്ധ റമദാനിൽ നമ്മൾക്ക് അങ്ങനെ രാത്രി ഒരു ബുദ്ധിമുട്ടാകും എന്നുള്ളവർക്ക് തറാവീഹ് നമസ്കാരം എന്ന നിലയ്ക്ക് ആ നമസ്കാരം നമസ്കരിക്കാം. ഖിയാമുൽ ലൈൽ എന്ന നിലയ്ക്ക് ആ നമസ്കാരം നിർവഹിക്കാം. നമ്മുടെ പള്ളിയിൽ പതിവുപോലെ അത്തരത്തിലുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകും. അത് ഒറ്റക്കും കൂട്ടായും ഒക്കെ നമസ്കരിക്കുന്ന രീതിയുണ്ട്. ഏതെങ്കിലും ഒരു നിലയ്ക്ക് രാത്രി നമസ്കാരത്തിന്റെ പുണ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ അത് നേടാൻ ശ്രമിക്കുക എന്നതാണ്. മറ്റൊന്ന്, നോമ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ സംസാരം നന്നാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകും. നമ്മുടെ സംസാരവും പ്രവർത്തനങ്ങളും മോശമായോ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകുമെന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് സ്വീകരിക്കപ്പെടുമ്പോ അതിന്റെ ഷർത്തുകളായി, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി ഓർമ്മിപ്പിച്ചു. മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. നിങ്ങളെ കള്ളത്തരം പറയാം, തോന്നിയാസം പറയാം, വേണ്ടാത്തരം ചെയ്യാം, അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കാം, ഇതൊക്കെ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ പട്ടിണി കിടക്കാം, അല്ലാഹുവിന്റെ കയ്യിൽ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇതൊന്നും ഉപേക്ഷിക്കാതെ നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് നിങ്ങളുടെ നോമ്പ് ആവശ്യമില്ല എന്നാണ്. വളരെ ക്ലിയർ ആണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസാരം, നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ ആ നോമ്പുകാരന്റെ ഒരു അദബ്, ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നോമ്പുകാലത്തും ഉണ്ടാകണം, നോമ്പല്ലാത്ത കാലത്തും ഉണ്ടാകണം. നോമ്പുകാലത്ത് അത് തീരെ സംഭവിക്കാൻ പാടില്ല, കാരണം നോമ്പ് ബാത്തിലായി പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക. റമദാൻ മാസത്തിൽ ആയുസ് ലഭിച്ച പ്രായപൂർത്തിയായ മുസ്ലിമീങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പറഞ്ഞു, ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയസും. ആരെങ്കിലും ഈ റമദാൻ മാസത്തിൽ സാക്ഷിയായിട്ടുണ്ടോ
ആയുസ് ലഭിച്ചിട്ടുണ്ടോ അവർ നോമ്പെടുക്കണം. അത് നമ്മളോട് കൽപ്പനയാണ്. നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ കലശലായ രോഗങ്ങൾ, വലിയ പ്രയാസങ്ങളൊക്കെ രോഗകാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ദീർഘയാത്രകൾ ഒക്കെ ചെയ്യേണ്ട ദുർഘടം പിടിച്ച യാത്രക്കാരോ അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ അവർ നോമ്പെടുക്കേണ്ടതില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം? മറ്റൊരു സമയത്ത് അത് നോറ്റ് വീട്ടണം എന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട മറ്റു ചില നിയമങ്ങൾ എന്താണ്? നോമ്പ് അകാരണമായി ഉപേക്ഷിക്കാൻ പാടില്ല എന്നതാണ്. അങ്ങനെ ഒരാള് കരുതിക്കുട്ടി നോമ്പ് ഉപേക്ഷിച്ചാല് ഒരു കൊല്ലം തുടർച്ചയായ അയാൾ അതിന്റെ പരിഹാരത്തിന് നോമ്പെടുത്താൽ പോലും അത് മതിയാവില്ല, അത് പകരമാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ കരുതിക്കുട്ടി ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഒരു കൊല്ലം തുടർച്ചയായി നോമ്പെടുത്താൽ പോലും അതിന് പകരമാവില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ നോമ്പ് കണക്കെടുക്കുക എന്നുള്ളതാണ്. സുബ്ഹ് ബാങ്ക് കൊടുക്കാം, അതിപ്പോ നമുക്ക് സമയം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഫജ്റിന്റെ സമയം ഉണ്ടാവും. സുബ്ഹ് നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് ആ സൂര്യാസ്തമയം വരെ ആണ് നോമ്പിന്റെ സമയം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ആ സമയം തുടങ്ങി ഈ മഗ്രിബിന്റെ ഈ സൂര്യാസ്തമയ സമയം, മഗ്രിബ് ബാങ്കിന്റെ സമയം, അത് വരെ നോമ്പിന്റെ സമയമാണ്. അതിനിടയിൽ ഭക്ഷണ പാനീയങ്ങളൊന്നും ഉണ്ടാകരുത്. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സ്വഭാവ പെരുമാറ്റ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സമയമായാൽ നോമ്പ് തുറക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. അതിൽ ഏറ്റവും അഫ്ളൽ വക്ത് എന്ന് പറഞ്ഞാൽ ആ സമയമായതിന്റെ തൊട്ടടുത്ത സെക്കൻഡാണ്. സമയമായ അതിന്റെ തൊട്ടടുത്ത സെക്കൻഡാണ്. അതിനെപ്പറ്റി വസ്വാസ് കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. സമയമായാൽ ഏറ്റവും അതിന് പ്രതിഫലം കിട്ടുക സമയമായാൽ ആദ്യം ആ വക്തിൽ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സമയമായാൽ പിന്നെ ധൃതി കാണിക്കുക, നോമ്പ് തുറക്കാൻ എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മുടെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. റമദാൻ മാസത്തിലെ നിയ്യത്ത് അങ്ങനെ ചൊല്ലി പറയണമെന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ അതിന്റെ ആ നിയ്യത്ത് ഉണ്ടാകണം. ഒരു മാസത്തേക്ക്, പരിശുദ്ധ റമദാനിന്റെ ഒരു മാസത്തേക്ക് നമുക്ക് ഒന്നിച്ച് നിയ്യത്ത് വെക്കാം. അല്ലെങ്കിൽ രാത്രി ഇശാ നമസ്കാര ശേഷം ഈ സുബ്ഹ് ബാങ്കിന്റെ സമയത്തിന് മുമ്പായി നമ്മൾ നിയ്യത്ത് വെച്ചിരിക്കണം. നമ്മുടെ റബ്ബിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ഈ പരിശുദ്ധ റമദാനിൽ റബ്ബേ നീ നിർബന്ധമാക്കിയ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു, കബൂലാക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയത്തിൽ അവർക്ക് നോമ്പെടുക്കൽ നിർബന്ധമില്ല. പക്ഷേ 10 വയസ്സായ കുട്ടികളെ നമുക്ക് 13-14 വയസ്സോടുകൂടി നമ്മുടെ മക്കളിപ്പോ പ്രായപൂർത്തിയാകും, അല്ലെങ്കിൽ നോമ്പുകാരാകും. അതിനിടയിലുള്ള സമയം അവർക്ക് നോമ്പ് പരിശീലിക്കാനൊക്കെയുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, പ്രായശ്ചിത്തം കൊടുക്കേണ്ട ആളുകളുണ്ടാവും. നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് പ്രായശ്ചിത്തം കൊടുക്കാം. രോഗം, അത് മരുന്നെടുക്കേണ്ടി വരും. ആരോഗ്യം മറ്റ് ക്ഷീണിച്ചിട്ടുണ്ട്, ഭക്ഷണ പാനീയങ്ങളൊക്കെ നേരെ ഒഴിവാക്കിയാൽ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആവതില്ലാത്ത ആളുകളുണ്ട്. വാർദ്ധക്യത്തിന്റെ ആവശ്യകതകൾ കൊണ്ടോ ബോധമില്ലാതെ വിഷയങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കാരണം നോമ്പെടുക്കാൻ കഴിയാത്തവർ, അവർക്ക് പിന്നെ പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. അവർക്ക് എന്ത് ചെയ്യാം? എന്നതാണ്. അപ്പോ എന്താണ് പ്രായശ്ചിത്തമായി വിശേഷിച്ചിട്ടുള്ളത്? ഫിദിയ എന്നാണ് അതിന് പറയുന്നത്. ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ്. പാവപ്പെട്ടവനുള്ള ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണമാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പൊ അതിനെ ഭക്ഷണമായി തന്നെ കൊടുക്കലാണ് അതിലേറ്റവും ഹൈർ എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിന്റെ ഒരു വില നിശ്ചയിച്ചും നമുക്ക് അത് കൊടുക്കാമെന്ന് ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ഒരു സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ഭക്ഷണം, അതിന് നമ്മളൊരു വില കണക്കാക്കുകയോ ആ ഭക്ഷണം അത് വെച്ച് ഉണ്ടാക്കി അതിന്റെ വിഭവങ്ങളൊക്കെ ചേർത്ത് അതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഇതൊക്കെ അരി കൊടുക്കാറുള്ളത് ഭക്ഷണത്തിന്റെ വിഭവങ്ങൾക്ക് എന്ത് കണക്കാക്കണം എന്നാണ് പറഞ്ഞത്. ഒരു സാധുവിലുള്ള ഭക്ഷണം കണക്കാക്കി കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്നവരുമൊക്കെയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് കുട്ടിക്കോ അവർക്കോ ജീവഹാനിയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ നോമ്പ് മാറ്റിവെക്കാം. നോമ്പ് പിന്നീട് കൊച്ചു വീട്ടിയാൽ മതിയാവും.
ചില ആളുകൾക്ക് പിന്നെ പ്രായശ്ചിത്തം നൽകിയാൽ മതിയാകും. അടുപ്പിച്ചടുപ്പിച്ച് ഗർഭിണിയായി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. പണ്ഡിതന്മാർ ചിലരൊക്കെ അവർക്ക് പ്രായശ്ചിത്തം മതിയാകുമെന്നും ചില ആളുകൾ പ്രായശ്ചിത്തം നൽകുകയും പിന്നീട് ആരോഗ്യമുള്ള സമയത്ത് അവർ നോമ്പ് നോറ്റ് കിട്ടണം എന്നുമൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രോഗം മാറിയാൽ നോമ്പ് നോറ്റ് കിട്ടണം. യാത്രക്കാരൻ യാത്ര അവസാനിപ്പിച്ചാൽ ആ നോമ്പ് നോറ്റ് കിട്ടേണ്ടതുണ്ട്. മറ്റൊന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ സമയത്ത്, പ്രസവ സംബന്ധമായ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നോമ്പെടുത്തത് നിഷിദ്ധമാണ്. അവരുടെ നോമ്പ് പിന്നീട് അവർ നോറ്റ് വീട്ടേണ്ടതുണ്ട്. അതേസമയം അവർക്ക് നമസ്കാരം ഉപേക്ഷിക്കാവുന്നതാണ്. ആ സമയത്ത് നമസ്കാരം പിന്നീട് അവർ വീട്ടേണ്ടതുമില്ല എന്നതാണ് നമസ്കാരവും നോമ്പുമായി ബന്ധപ്പെട്ട ഹുക്മ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നതാണ്. അപ്പൊ ഈ ബാങ്കിന്റെ കുറച്ച് സമയം മുന്നേ നമ്മൾ എണീറ്റ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു 60 ആയത്ത് ഓതാനുള്ള സമയം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. റസൂൽ ഒരു 60 ആയത്ത് ഓതുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കുമെന്നാണ്. അത്തരം ഒരു സമയത്ത് നമ്മൾ അത്താഴം കഴിക്കുക, അതിൽ പ്രത്യേകം ബർക്കത്തുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ഈത്തപ്പഴമാണ് ഏറ്റവും അഫ്ദല്. ഒറ്റയായി കഴിക്കലാണ് സുന്നത്ത്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പുറക്കാം. അത് കിട്ടാത്തവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഭക്ഷണ വസ്തുക്കൾ കൊണ്ട് നോമ്പുറക്കാവുന്നതാണ്. ആ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുക. അല്ലാഹുവേ ഈ നോമ്പ് സ്വീകരിക്കാൻ ആ നേരത്തുള്ള പ്രാർത്ഥനയും വളരെ പുണ്യമാണ്, സ്വീകരിക്കപ്പെടുന്നു. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുടെ ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം എന്നുള്ളത്. എപ്പോഴും ഭക്ഷണം കാണുമ്പോൾ നമ്മളൊക്കെ മാറും. ആ സമയത്ത് ശരിക്ക് നോമ്പിലുള്ള പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സഫലമാകേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മളെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കിട്ടുന്ന സമയമായതുകൊണ്ട് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇടയ്ക്കൊക്കെ നമ്മുടെ വായ വൃത്തിയാക്കുക. നോമ്പ് തുറപ്പിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ പള്ളിയിലും നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഈ വർഷവും ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളി ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിൽ നോമ്പ് തുറക്കാൻ ഉണ്ടാകാറുള്ളത്. അവരെ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നാളെ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുമെന്നാണ്. ഇരട്ടിയായി അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുമെന്നാണ്. 1500 മുതൽ 2000 രൂപ വരെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് ചെലവാകുന്നത്. വളരെ താല്പര്യപൂർവ്വം നമുക്ക് കുറെ ആളുകളെ ഒരു ദിവസം തന്നെ നോമ്പ് തുറപ്പിക്കാൻ പറ്റും. ആ ഒരു ചെറിയ തുക കൊണ്ട് എല്ലാവരും അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. നോമ്പ് തുറപ്പിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലായികത്തുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നൊക്കെ ഹദീസുകളിൽ അവരെ കാണാൻ കഴിയും. അത് വലിയൊരു പുണ്യം, വലിയൊരു അവസരമാണ്. നമ്മളറിയാത്ത, നമ്മുടെ ഒരു പ്രകടനപരം പോലും വരാതെ നമുക്ക് നോമ്പുറപ്പിക്കാൻ കഴിയും. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് നോമ്പുറപ്പിച്ചാല് അത് നമുക്ക് അറിയും, അല്ലെ? നോമ്പുറപ്പിക്കാൻ പ്രതിഫലം നമ്മൾ പോലും അറിയാതെ വലിയ ആളുകൾ പള്ളിയിൽ വന്ന് നോമ്പുറപ്പ് പോകാം. അത് വലിയ സംഗതിയാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നൂറുകണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കിട്ടാനുള്ള വലിയൊരു അവസരമാണ് ആ സമയം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി ആളുകള് 30 ദിവസം ചാൻസ് ഉണ്ടാവും. 30 ആദ്യം പേര് കൊടുക്കണമെങ്കിൽ 30 ആൾക്കാരൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. മറ്റൊന്ന്, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ പാരായണം, അർത്ഥം തീർക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കരകളെ കുറ്റമറ്റ നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നോമ്പുകാർക്ക് വേണ്ടി നിശ്ചയിച്ച റയ്യാൻ എന്ന മനോഹരമായ കവാടത്തിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ മുഖത്തിൽ അമ്മയും പ്രിയപ്പെട്ടവരെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റമളാൻ നമ്മുടെ പരമാവധി സൂക്ഷ്മതയോടെ ഉപയോഗപ്പെടുത്തിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്ന വലിയൊരു അവസരമാണ്. എല്ലാവരും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ ചികിത്സകൾ, വെള്ളത്തിൽ മുങ്ങി കുളിക്കൽ, ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രത്യേകം ഇഞ്ചക്ഷനുകൾ, നമ്മുടെ ഉമ്മനിയിൽ നമുക്ക് ഉൾപ്പെട്ടാൽ ഇതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊന്നും മുമ്പ് മുറിഞ്ഞു പോകില്ല. അതേസമയം ബോധപൂർവ്വം എന്തെങ്കിലും തിന്ന, എന്തെങ്കിലും കുടിക്കുക, വായ കൈക്ക് ഛർദ്ദിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, വൈകാരികമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം ഇടപെടുക, ഇന്ദ്രിയ ചലനം സംഭവിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും എന്നും നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു മാസം എന്ന നിലയ്ക്ക് അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മുതലെടുക്കേണ്ടതുണ്ട്. എത്ര വട്ടം ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ നോക്കുക. നമ്മുടെ മക്കളെയും ഇതിലേക്ക് ശീലിപ്പിക്കുക. നമ്മുടെ മദ്രസയിലെ പുതിയതായി ആരംഭിച്ച ഡിജിറ്റൽ ക്ലാസ് റൂമിൽ നമുക്ക് തജ്വീദോടുകൂടി, പലപ്പോഴും പല രൂപത്തിലാണ് ആളുകൾ ഖുർആൻ ഓതുക, പല തെറ്റുകളുണ്ടാവും. ഇത് ശരിയാണെന്ന് നമ്മൾ ഓതുന്നുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു അവസരം നമ്മുടെ ഈ ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ഒരുക്കുന്നുണ്ട്. റമദാൻ 1 മുതൽ രാവിലെ 9 മുതൽ ഒരു ബാച്ചിനും, തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു ബാച്ചിനും അവിടെ ഖുർആന്റെ ഒത്ത് കേട്ട് അത് കണ്ട് അതിന്റെ മഖ്റജുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് പാരായണം ചെയ്യാൻ പരിശീലിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മദ്രസ കമ്മിറ്റിയും നമ്മുടെ പള്ളി കമ്മിറ്റി ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ജനറൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ അതിന്റെ ഭാഗമാകണം. പരമാവധി ഖുർആൻ തെറ്റില്ലാതെ ഓതി 30 ദിവസം പൂർത്തിയാക്കാൻ കഴിയുന്നത് ഒരു സംഗതിയാണ്. ആ നിലയ്ക്ക് പഠിക്കാം. ഇരട്ടിക്ക് ഓതുമ്പോൾ നമുക്കത് കാണാതെ പഠിക്കാൻ കഴിയും. അപ്പൊ അതിനൊക്കെയുള്ള വലിയൊരു അവസരം നമ്മുടെ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആ ചാൻസ് എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും പ്രായഭേദമന്യേ ആർക്കും അതിൽ ജോയിൻ ചെയ്യാം, ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ചിന്തനകളിലും പ്രസാദങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ധാരാളം സന്ദേശങ്ങളോടെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം. ഈ റമദാനിനെ സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാഹുവേ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുത്തുകൊടുക്കുന്ന റഹ്മാനെ, അവർക്ക് നീ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നിങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, നിങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഉമ്മാക്കൾ, ഉലമാക്കൾ, നിങ്ങളുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചുകൂട്ടി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുവേ, പരിശുദ്ധ റമദാനിന്റെ റഹ്മത്തും അതിന്റെ മഗ്ഫിറത്തും ഒക്കെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, റമദാൻ തീരുമ്പോഴേക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കഴിഞ്ഞ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, മാരകമായ രോഗങ്ങൾ കൊണ്ട്, മാറാരോഗങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായ രോഗങ്ങൾ കാരണം ആശുപത്രികളിലും കുടുംബങ്ങളിലും ഒക്കെ ചികിത്സയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, ആഫിയത്ത് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, അല്ലാഹുവേ, ആരോഗ്യവും അതുപോലെ തന്നെ ഈ രംഗത്തുമൊക്കെ മാനിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്ന റഹ്മാനെ, അല്ലാഹുവേ, വിശമായ വിചാരണയിൽ നിന്ന്, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം. റഹ്മാനെ, അല്ലാഹുവേ, പരിശുദ്ധമായ ഉംറകൾ നിർവഹിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരിൽ നിന്നും മഖ്ബൂലും മബ്റൂറുമായി നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണം. റഹ്മാനെ, പരിശുദ്ധ കഅബയിൽ ചെന്ന് ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ നിയത്താക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി തരണം. റഹ്മാനെ, അല്ലാഹുവേ, എല്ലാ നിലക്കും നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ, നന്മയിൽ മത്സരിക്കാൻ, ധാരാളം ധർമ്മങ്ങൾ ചെയ്ത് അല്ലാഹു മരിക്കുന്ന സമയത്ത് തൗബയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات
لك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.